മലയാളികൾ ഉറങ്ങാത്ത രാപ്പകലാണ് കടന്നുപോകുന്നത്. അംഗൻവാടിയിൽ നിന്ന് അമ്മയോടൊപ്പം ഇറങ്ങിയ കല്യാണി ഇനി തിരിച്ചുവരില്ല. പണിക്കുരുപടിയിൽ നിന്ന് മൂഴിക്കുളം പാലം വരെയുള്ള അവസാന യാത്ര. എന്താണ് ഇന്നലെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. തിരുവാങ്കുളം മറ്റക്കുഴിയിലെ കല്യാണിയുടെ വീട്ടിൽ നിന്ന് അമ്മ സന്ധ്യ ഇറങ്ങുന്നത് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ്. വീടിന് 500 മീറ്റർ മാത്രം അകലെയുള്ള അംഗൻവാടിയിൽ എത്തുന്നത് 3 മണി കഴിഞ്ഞ് 10 മിനിറ്റുള്ളപ്പോഴാണ്. അംഗൻവാടിയിൽ നിന്ന് 3:20 കഴിയുമ്പോൾ കല്യാണിയെയും കൂട്ടി അമ്മ സന്ധ്യ ഇറങ്ങുന്നു. തൃപ്പൂണിത്തറയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് അംഗൻവാടി ടീച്ചറിനോട് പറയുന്നു. തുടർന്ന് കുട്ടിയുമായി അമ്മ സന്ധ്യ തിരുവാങ്കുളത്തേക്ക് പോകുന്നു. കല്യാണി എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തന്നെ മിടുക്കിയായ ഒരു കുട്ടിയാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞ ഒരു പൂമ്പാറ്റയുടെ കൂട്ട് തന്നെ അങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന ഒരു കൊച്ചാണ്. ഞങ്ങളാണെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്വാതന്ത്ര്യമാണ് ഞങ്ങളും കൊച്ചും തമ്മിൽ. കൊച്ചെന്നല്ല, ഈ ഒരു ബാച്ചിലെ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കെട്ടിപ്പിടിച്ചാണ് പിള്ളേരെല്ലാവരും കൂടെ നിൽക്കുന്നത്. ഇതൊക്കെ കുഞ്ഞിൻ്റെയാണോ ഇത്? കൊച്ചിന് പുതപ്പാണ്. തിരുവാങ്കുളത്തെത്തിയ സന്ധ്യയും കല്യാണിയും ഏകദേശം 3:50 ബസ്സിൽ കയറി മൂഴിക്കുളത്തേക്ക് പോകുന്നു. നീണ്ട ബസ് യാത്രക്കിടയിൽ കല്യാണിയോട് അമ്മ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. യാത്രക്കിടയിൽ സംഭവിച്ചത് എന്ത് എന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മൂഴിക്കുളം ജംഗ്ഷനിൽ ബസ് ഇറങ്ങുന്നത് രാത്രി 7:05. ഈ CCTV ദൃശ്യങ്ങളാണ് സംഭവത്തിൽ നിർണായകമായത്. നമുക്കൊന്ന് കാണാം. ജീവനോടെയുള്ള കുഞ്ഞിന്റെ അവസാനത്തെ ദൃശ്യമായിരുന്നു അത്. മൂഴിക്കുളം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ സന്ധ്യ കല്യാണിയുമായി തൊട്ടടുത്തുള്ള പാറക്കടവ് പാലത്തേക്ക് പോകുന്നു. കുഞ്ഞിനപ്പോഴും അറിയില്ല അമ്മ തന്നെ ആ പാലത്തിൽ നിന്ന് പുഴയിലേക്കിടാൻ പോവുകയാണ് എന്ന്. പക്ഷേ അമ്മയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. അപ്പോൾ സമയം രാത്രി 7:15. ഈ യാത്രയ്ക്കിടെ സന്ധ്യയുടെയും കല്യാണിയുടെയും ദൃശ്യങ്ങൾ സമീപത്തെ ഒരു സ്ഥാപനത്തിലെയും വീട്ടിലെയും CCTVകളിൽ പതിഞ്ഞു. പാറക്കടവ് പാലത്തിന് ഒത്ത നടുക്കെത്തിയപ്പോൾ മനസാക്ഷിയെ ഞെട്ടിച്ച ആ ക്രൂരകൃത്യം സന്ധ്യ ചെയ്തു. സ്വന്തം മകൾ കല്യാണിയെ ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. പാറക്കടവ് പാലത്തിൽ നിന്നും തിരികെ മൂഴിക്കുളം ജംഗ്ഷനിലെത്തിയ സന്ധ്യ ഓട്ടോ വിളിച്ച് തൊട്ടടുത്തുള്ള കുറുമശ്ശേരിയിൽ ഇറങ്ങി. പിന്നീട് മറ്റൊരു ഓട്ടോയിൽ കയറി മാക്കോലിത്താഴം എന്ന സ്ഥലത്തെ വീട്ടിലെത്തി. ഈ യാത്രക്കിടയിൽ ഒരു ഓട്ടോ ഡ്രൈവർ സന്ധ്യയെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രതികരണം: കുട്ടി ഉണ്ടായില്ല, ആള് ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. കുട്ടിയുടെ അമ്മ ഇവിടെ വന്നിറങ്ങിയെന്ന് പറയണേ. അവിടെ CCTVയിൽ ഇപ്പം നോക്കി, CC ക്യാമറയിൽ അവിടെ മൂഴിക്കുളം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയായിട്ട്. അന്നേരം കുട്ടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഏതോ വണ്ടിക്ക് കുറുമശ്ശേരിയിൽ വന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി വിളിച്ച് വീട്ടിലേക്ക് പോയി. മാക്കോലിത്താഴം 1 കിലോമീറ്റർ ഉള്ളവർ. എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഒന്നും പറഞ്ഞില്ല. മാക്കോലിത്താഴം കൊണ്ടാക്കാമെന്ന് വെച്ച് ശരി കയറിക്കോളാൻ പറഞ്ഞ് ഞാനവിടെ കൊണ്ടാക്കി. എത്ര മണിക്ക് ഏതാണ്ട് അവിടെ കൊണ്ടാക്കി? 7:00 ഉണ്ടാവും. ഒരു 7:30 ആകുമ്പം ഈ യുവതിയുടെ വീട്ടിൽ കൊണ്ടാക്കി.
അപ്പം മറ്റ് ഒന്നും സംസാരിച്ചൊന്നുമില്ല? ഇല്ല പൈസ ഒന്നുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. ഈ നേരത്തെ പരിചയമുണ്ടോ അവരെ? ഞാനറിയും, കണ്ടിട്ടുണ്ട്. അവിടെയുള്ള വീട് അവിടെയാണ്, കുറുമശ്ശേരിയിലെ വീട് ആളുടെ. 7:30 വീട്ടിലെത്തിയ സന്ധ്യയോട് വീട്ടുകാർ കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. എന്നാൽ സന്ധ്യ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങാൻ പോകുന്നു. ആ സമയം കല്യാണി പുഴയിൽ അടിത്തട്ടിലേക്ക് പോവുകയായിരുന്നു. സംശയം തോന്നിയ കല്യാണിയുടെ അച്ഛൻ സുഭാഷ് പോലീസിനെ വിവരമറിയിക്കുന്നു. വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോഴും സന്ധ്യ വ്യക്തമായ മൊഴി നൽകിയില്ല. ഏകദേശം 9 മണിയോടെ കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം പുറത്തേക്ക്. റിപ്പോർട്ടർ ടിവിയും ആ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തേക്ക് അറിയിക്കുന്നു. 9:30 കുട്ടിയുടെ ചിത്രമടക്കം വാർത്താമാധ്യമങ്ങളിലെത്തി. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. കൊച്ചി തൃപ്പൂണിത്തറയിൽ 3 വയസ്സുകാരിയെ കാണാതായിരിക്കുന്നു. കല്യാണി എന്ന കുട്ടിയാണ് കാണാതായത്. ആലുവയിൽ വെച്ച് കാണാതായെന്നാണ് കുട്ടിയുടെ അമ്മ ഇപ്പോൾ പറയുന്നത്. അംഗൻവാടിയിൽ നിന്ന് അമ്മ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് ബസ്സിൽ വെച്ചാണ് കുട്ടിയെ കാണാതായത്. കുട്ടിയുടെ ഫോട്ടോ നമുക്ക് കൊടുക്കാം. ബസ്സിൽ വെച്ച് കാണാതായി എന്നാണ് അമ്മ പറയുന്നത്. ചെറിയ മാനസിക സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പക്ഷേ ഒരു അസ്വാഭാവികമായ സാഹചര്യം. പിന്നീട് കേരള പോലീസ് നടത്തിയത് ചടുലമായ നീക്കങ്ങളാണ്. പാറക്കടവ് പാലത്തിൽ നിന്ന് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞുവെന്ന മൊഴിയിൽ തുടർ പരിശോധന. ഏറെ നിർണായകമായ മുഴിക്കുളം ജംഗ്ഷനിൽ ബസ് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളിൽ തുടർ പരിശോധന. പാലത്തിന് സമീപത്തേക്ക് പോയ സന്ധ്യ തിരിച്ചെത്തുമ്പോൾ ഒപ്പം കല്യാണി ഇല്ലെന്ന് പോലീസ് കണ്ടെത്തുന്നു. സമീപത്തെ സ്ഥാപനത്തിൽ നിന്നും വീടുകളിൽ നിന്നും കിട്ടിയ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിൽ പോലീസ് സന്ധ്യയുടെ മൊഴി ഉറപ്പിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ പിന്നെ നാം കണ്ടത് സമാനതകളില്ലാത്ത തെരച്ചിലാണ്. ആദ്യഘട്ടത്തിൽ തെരച്ചിലിന് നേതൃത്വം നൽകിയത് നാട്ടുകാരും വള്ളക്കാരുമാണ്. എന്നാൽ വെളിച്ചക്കുറവും കനത്ത മഴയും പരിശോധനയ്ക്ക് തിരിച്ചടിയായി. പിന്നീട് ഫയർഫോഴ്സ്, സ്കൂബ ടീം അടക്കമുള്ളവർ പാറക്കടവ് പാലത്തിലേക്ക് ഒഴുകിയെത്തി. പിന്നീട് കണ്ടത് സമാനതകളില്ലാത്ത തെരച്ചിൽ. നാട്ടുകാരും പോലീസും മറ്റ് സേനാ അംഗങ്ങളും മാധ്യമപ്രവർത്തകരും ഇമചിമ്മാതെ ചാലക്കുടി പുഴയിലെ തെരച്ചിലിനോടൊപ്പം നിന്നു. കനത്ത മഴ എന്ന വലിയ വെല്ലുവിളിയെ നേരിട്ട് വേഗത്തിലുള്ള പരിശോധന. രാവിലെ 2:15 7 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് സങ്കടപ്പെടുത്തിയ വാർത്ത. കണ്ണിമ 6 മണിക്കൂർ. നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. മുഴിക്കുളം ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചു എന്നല്ലേ പറയുന്നത്? ഒടുവിൽ നാടിന്റെ കണ്ണീരായി കല്യാണി. ഒരമ്മയുടെ കൊടും ക്രൂരത. കുഞ്ഞെ, നിനക്ക് ആദരാഞ്ജലികൾ.